അടൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി 16-കാരന്റെ അച്ഛൻ. കുട്ടിയെ കേസിൽ പ്രതിയാക്കാൻ സിഐയുടെ നേതൃത്വത്തിൽ നിരന്തര ശ്രമമെന്ന് പരാതി. സുഹൃത്തിന്റെ സ്വർണ്ണവല കൂട്ടുകാർ ചേർന്ന് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി യഥാർത്ഥ കുറ്റക്കാരെ സംരക്ഷിക്കാൻ മകനെ പ്രതിയാക്കാൻ ശ്രമമെന്നും പിതാവ് പറയുന്നു. 16 വയസ്സുള്ള എൻ്റെ കുട്ടിയെ സ്റ്റേഷനിൽ നിരന്തരം വിളിക്കുകയും എൻ്റെ കുട്ടിയെ കള്ളനാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവൻ്റെ അച്ഛനും കള്ളനാണെന്ന് സ്റ്റേഷനിൽ പറയുകയും പിന്നെ എൻ്റെ കുട്ടിയെ മോഷണ കേസിൽ പ്രതിയാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ തന്നെ അടൂർ സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ തിരക്കി വരികയും നാട്ടുകാർ മൊത്തം അറിയുകയും ചെയ്തു. എൻ്റെ കുഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മാനസിക വലിയ പ്രശ്നത്തിലാണ്. പോലീസ് രക്ഷിതാക്കളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയോ വീട്ടിൽ വിവരമറിയിക്കുകയോ ചെയ്തില്ല. സംഭവം അന്വേഷിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതായും ആക്ഷേപമുണ്ട്. ഈ പരാതി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തത് വളരെ രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണം, ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് മറുപടി തന്നത്. അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷണം വരികയും ചെയ്തു. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് CIക്കെതിരെയാണെന്ന് CI അറിയുകയും CI ഉന്നത ഇടപെടൽ നടത്തി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റുകയും ചെയ്തു. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീരാജ്, ആദ്യം തന്നെ ഈ സംഭവം എന്താണെന്ന് പറയാം. എന്താണ് ഈ അടൂർ പോലീസിനെതിരായ കുടുംബത്തിന്റെ ആരോപണം? സേതു, കുറച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഈ അടൂർ പോലീസിനെതിരെ, പ്രത്യേകിച്ച് CIക്കെതിരെ അടക്കം പറയുന്നത്. അതായത് ഒരു സ്വർണ്ണ ഇടിവള എന്നാണ് അതിനെ പറയുന്നത്. ആ വള വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ അടൂർ സ്വദേശിയായ ഈ 16 വയസ്സുകാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും നിരന്തരം, അത് 1-2 തവണയല്ല, നിരന്തരമായി ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും പല കേസുകളിലും പ്രതിയാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും ഈ കുടുംബം ആരോപിക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ കള്ളനാണ്, അച്ഛൻ കള്ളനായതുകൊണ്ടാണ് നീയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണവും, അല്ലെങ്കിൽ അങ്ങനെയും ഈ കുട്ടിയോട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി എന്നും ഈ കുടുംബം ആരോപിക്കുന്നു. സേതു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണ്. ഈ കുട്ടിയുമായി എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടായെങ്കിൽ തന്നെ അതിനെ ഇടപെടേണ്ട, അതിൽ നടപടിയെടുക്കേണ്ട ചില രീതികളുണ്ട്. അവയൊന്നും പാലിക്കാതെയാണ് ഈ അടൂർ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ കുടുംബം ആരോപിക്കുന്നത് ഈ 16 വയസ്സുകാരനെ ഈ വിഷയത്തിൽ പ്രതിയാക്കാനും മറ്റുള്ള യഥാർത്ഥ പ്രതികളെ ഇതിൽ നിന്നും സംരക്ഷിക്കാനും ഈ 16-കാരനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ വീട്ടുകാരൊന്നും അറിയാതെയായിരുന്നോ? തീർച്ചയായും ചെയ്തു, അങ്ങനെ തന്നെയാണ്. വീട്ടുകാരോട് ഒരു തവണ പോലും ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ കുട്ടിയെ നിരവധി തവണ നിരന്തരമായി ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ചെറിയ കുട്ടിക്കെതിരെ, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാതി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഘട്ടത്തിൽ ആദ്യം വീട്ടുകാരെയാണ് ബന്ധപ്പെടുന്നത്. തുടർന്ന് CWC ഉണ്ട്, CWCയെ ബന്ധപ്പെടാം. ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ കൗൺസിലർമാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കെല്ലാം ഈ വിഷയത്തിൽ ഇടപെടാവുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള വഴികളൊന്നും സ്വീകരിക്കാതെ, CWCയുമായി ബന്ധപ്പെടാതെ ഈ അടൂർ CI നേരിട്ട് ഈ വിദ്യാർത്ഥിയെ വിളിക്കുകയും നിരന്തരമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയുമായിരുന്നു. ഒരു തവണ പോലും ഈ കുട്ടിയുടെ രക്ഷിതാവുമൊത്ത് ഈ കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട സാഹചര്യം പോലീസുകാർ ഉണ്ടാക്കിയില്ല. വീട്ടുകാരെ വിവരമറിയിക്കുകയോ രക്ഷിതാക്കളോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അത് 1-2 തവണയല്ല, ഒരു തവണ വിളിച്ചാൽ തന്നെ അത് ശരിയല്ല. പക്ഷേ നിരന്തരം ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബവും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളടക്കം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് മറ്റൊരു ഗുരുതരമായ ആരോപണം ഇവരുടെ ഭാഗത്തു നിന്നും, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിങ്ങനെയാണ്: ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. പക്ഷേ ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൃത്യമായി ആ വിഷയം അന്വേഷിക്കുകയും ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപാകെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് അടൂർ CIക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടല്ല. പക്ഷേ ഈ റിപ്പോർട്ട് പകരം ഈ CIക്ക് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള CIക്കെതിരെ ഉണ്ടായിരുന്ന റിപ്പോർട്ടായിരുന്നു. ശരി ശ്രീരാജ്, ഗുരുതരമായ വിഷയങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ശ്രീരാജിലേക്ക് അടുത്ത മണിക്കൂറിൽ കുറച്ചും കൂടി വിശദമായിട്ട് എത്താം. കാരണം ഇത് സങ്കീർണമായ ഒരു വിഷയമാണ്. മാത്രമല്ല 16 വയസ്സുള്ള ഒരു കുട്ടിയെ ഈ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണമെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ രക്ഷിതാക്കൾ പോലും അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗുരുതരമായ കൃത്യവിലോപം കൂടിയല്ലേ? അപ്പോൾ ഈ വിഷയം ഇത് വലിയ സംഭവമാണ്, വലിയ രീതിയിൽ ചർച്ചകൾ നടക്കേണ്ട ഒരു സംഭവമാണ്. അടുത്ത മണിക്കൂറിൽ വിശദമായി ശ്രീരാജിലേക്ക് വരാം. മറ്റൊരു വാർത്ത കൂടി വരേണ്ടതുണ്ട്.